ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്നൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളുടെ പ്രിയപ്പെട്ട സവാള വടയാണ്. നല്ല മുരിഞ്ഞ സവാള വട, ചായക്കടയിലേക്ക് ഇരിക്കുന്ന നല്ല മുരിഞ്ഞ സവാള വടയാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു 3 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഒരു 1/4 ഭാഗത്തോളം കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 1.5 സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്നര സവാള എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്ത പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ചായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യമേ തന്നെ വെള്ളം അധികം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് ഏകദേശം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഏകദേശം ആ ഒരു പരുവമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം ഒരു 5 മണിക്കൂറോളം നമ്മളിതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൈ നനച്ചെടുക്കണം കേട്ടോ. കൈ നനക്കുന്നത് ഈ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിന് ശേഷം ചെറിയ ഉരുളകളായി എടുത്തിട്ട് നടുക്കൊരു ഹോൾ ഇട്ടിട്ട് നേരെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് വേണം കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു വശം മൊരിഞ്ഞതിന് ശേഷം മാത്രം അടുത്തൊരു വശം തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സവാള വട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ എന്തെങ്കിലുമൊക്കെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ. എനിക്കിത് അറിയില്ലായിരുന്നു. ഈ അടുത്ത് ഞാൻ കഴിച്ചപ്പോഴാണ് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അതേപോലെ തന്നെ ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നല്ല മുരിഞ്ഞ സവാള വടയായിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.